ഏട്ടനെ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട ശേഷം ഓടിയിട്ടുണ്ട് കേട്ടോ അടുത്ത അങ്ങപ്പുറപ്പാടിലായിട്ട്. ഏട്ടൻ പോകുന്നതിന് മുമ്പേ ഇന്ന് ദോശയും കടലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ആ കഴിപ്പിൻ്റെ പണിയൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അപ്പം ബാക്കി കുളിയും ദേവാരം എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതാ റെഡിയായിട്ട് ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വരികയാണ് കേട്ടോ. ഇത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും കാശി ഏകദേശം ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. കാരണം രാവിലെ കാശി ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാറ്. അപ്പം തിരിച്ചു വരുമ്പോഴെങ്കിലും അവൻ ഉറങ്ങണ്ടേ. അപ്പം ഞാൻ നേരെ കൊണ്ടവനെ കിടത്തുന്നുണ്ട്. ഞാനൊരു വഴിയായിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വന്നപ്പോഴത്തേനും നല്ല വെയിലത്തൊന്നും അല്ലേ നടന്നു. വെയിലത്തൊന്നും വന്നിട്ട് ഇവളെന്താ മുളകിൻ്റെ ചോട്ടിൽ നിന്ന് ആലോചിക്കേണ്ട കേട്ടോ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ മുളക് അന്വേഷിച്ച് പോയത്. അപ്പോൾ കുറച്ച് മോരും തീയലും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഒരു പഴങ്കഞ്ഞി അങ്ങ് തട്ടാന്ന്. അങ്ങനെ നേരെ വന്നിട്ട് മോരൊക്കെ കൂട്ടിയിട്ട് ഒരു പഴങ്കഞ്ഞി അങ്ങ് കുടിച്ചു കേട്ടോ. അപ്പോഴത്തേനും ഒന്ന് ആശ്വാസമായിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ അംഗനവാടി വീണ്ടും അവളെ കൊണ്ട് പോയി തുടങ്ങിയത്. അവൾക്ക് പനിയും കാര്യങ്ങളാണ്ട് പോകുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ലൈവിലിരിക്കാമെന്ന് കരുതി. കാര്യം മോൻ ഉറങ്ങുമായിരുന്നല്ലോ. പിന്നെ ഇത് വൈകുന്നേരത്തെ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നും എടുത്തിട്ടില്ല. മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ദോശയും പഞ്ചസാരയും മതി എന്ന് പറഞ്ഞു. കടലക്കറി വേണ്ടാന്ന് പറഞ്ഞിട്ടോ. അപ്പം ദോശയും പഞ്ചസാര എടുത്തിട്ട് കുറച്ച് ചായയും കൂടി ഇട്ടിട്ട് നേരെ ചായയും കൊടുത്ത് ദോശയൊക്കെ കഴിക്കാമെന്ന് ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ. അവിടെ അപ്പുറത്ത് പണിക്കാറുള്ളതുകൊണ്ട് അവിടെ പിള്ളേർ ചിലൻ്റെ അടുത്ത് പോയി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ എന്താ നടക്കുന്നതെന്ന്. പിന്നെ അവർക്കത് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ രാവിലെ മുറുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് 2 മുറുക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടോ. പിന്നെ അടിയും നനയും തുടയൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് തൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോനാണെങ്കിൽ അവിടെ നിന്ന് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാണ്. അതാണ് കേട്ടോ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ചേച്ചി അനിയനെയും ഒരു തരത്തിൽ അവിടെ സമാധാനപ്പെടുത്തിയിരുത്തിയിട്ട് ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നിട്ടോ. അടിക്കലും തൂക്കലും തുടക്കലും ഒക്കെ കഴിയുമ്പോഴത്തേനും ഒരുമാതിരി സമയമാവുമല്ലോ. അപ്പം ഞാൻ എല്ലാം അടിച്ചു വാരി, ഇത് മാത്രം കാണിക്കുന്ന എല്ലാം ഫുള്ളും അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി ഇവിടെ തുടക്കലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടക്കലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് സമയം 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം പോയി കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചു കേട്ടോ. അപ്പം മോനും മോളും ഉണ്ട് കൂടെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ 3 പേരുടെ നാമമൊക്കെ ജപിച്ച് അപ്പോഴത്തേനും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അടുത്ത വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.